ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ രുചിയാണ്. ചുണ്ടും ചെറുപയറും കൂടെ വെച്ചിട്ടുള്ള തോരൻ. ചുണ്ടും വൻപയറും കൂടെ വെച്ചിട്ടാണ് സാധാരണ എല്ലാവരും തോരൻ വയ്ക്കുന്നത്. പക്ഷേ അതിനേക്കാളും ടേസ്റ്റ് ചുണ്ടും ചെറുപയറും കൂടെ വയ്ക്കുന്നതാണ്. നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഒന്ന് കണ്ടാലോ. ഇവിടെ ഞാൻ ഈ ഒരു വാഴച്ചുണ്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൊളിച്ച് കളയാൻ പറ്റുന്ന ഭാഗമെല്ലാം നമുക്ക് പൊളിച്ച് കളയാം. നല്ല ടൈറ്റായിട്ടിരിക്കുന്നിടം വരെ നമുക്ക് അത് പൊളിച്ച് കളയാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ കയ്യിലൊന്ന് തൂത്ത് കൊടുക്കാം. ഇങ്ങനെ വെളിച്ചെണ്ണ തേച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ കറ പിടിക്കില്ലേ. ഒന്ന് സോപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ പോകുന്ന കറയേ ഉണ്ടാവുള്ളൂ. പിന്നെ കറ കളയാനായിട്ട് പലരും വാഴച്ചുണ്ട് അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇടുന്ന കാണാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആ വെള്ളത്തിൽ കൂടെ പോകും. ഇതുപോലെ ഈ മൂത്ത ഇതളുകളെല്ലാം അങ്ങ് പൊളിച്ച് മാറ്റാവേ. പച്ചക്കറികളൊന്നും തന്നെ അരിഞ്ഞതിന് ശേഷം കഴുകരുതെന്നാണ് പറയുന്നത്. ക്യാബേജും പലരും വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് അതിൻ്റെ വിഷം കളയാനാണെന്ന് പറയാറുണ്ട്. അങ്ങനെ കഴുകണമെങ്കിൽ അതിൻ്റെ ഇതളുകൾ അടർത്തിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുത്താൽ മതി. ഇപ്പം ഞാൻ പൊളിക്കാവുന്ന എത്രയും പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇത് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന ഭാഗം. താഴേക്ക് വരുംതോറും നല്ല ലൂസായിട്ടുള്ള ഭാഗം ഉണ്ടാവും. അപ്പോൾ അത് അരിയുന്ന സമയത്ത് അതങ്ങ് പൊളിച്ച് മാറ്റിയാൽ മതി. ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. ഇനി ഇതിൻ്റെ ഈ തുമ്പ് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കളയാം. കാരണം മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും അതിൻ്റെ തുമ്പ് നിലത്തേക്ക് വീണിട്ട്. വീട്ടിൽ നിന്ന് എടുക്കുന്നതാണെങ്കിൽ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. വാഴച്ചുണ്ട് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം കൂടിയുണ്ട്. ഇത് നമ്മൾ അരിഞ്ഞ് ഉള്ളിലേക്ക് കുറച്ചങ്ങ് ചെല്ലുമ്പോഴേക്കും നല്ല കട്ടിയുള്ള ഒരു പോർഷൻ ഉണ്ടാവും. അത് നമ്മൾ കുത്തിയെടുത്ത് കളയണം. അത് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല കയ്പ്പാണ് അതിന്. വാഴച്ചുണ്ട് ഞാൻ കയ്യിൽ വെച്ച് കൊത്തി അരിയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിഞ്ഞ് വരുമ്പോൾ അതിനുള്ളിലെ ആ പോർഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ കൊത്തി അരിയണേ, നല്ല പൊടിയായിട്ട് കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ ഇതിൻ്റെ ഒരു കാൽ ഭാഗം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി കണ്ടോ, ഇതിൻ്റെ നടുക്ക് ഇപ്പോൾ കട്ടിയുള്ള ആ ഭാഗം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് പതിയെ കത്തി കൊണ്ടങ്ങ് കുത്തിയെടുത്ത് കളഞ്ഞാൽ മതി. ഇനി ഇതുപോലെ തന്നെ അരിഞ്ഞരിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം അവിടെ ഉണ്ടാവും. അപ്പോൾ അതും ഇതുപോലെ തന്നെ എടുത്ത് കളയണേ. ഇതിൻ്റെ അരിയാവുന്ന അത്രയും ഭാഗം അരിഞ്ഞെടുക്കണം. താഴോട്ട് വരുമ്പോഴത്തേക്കും ആ പോളകൾ കുറച്ചും കൂടെ മൂത്ത ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ അതങ്ങ് പൊളിച്ച് കളഞ്ഞിട്ട് ബാക്കി അങ്ങ് അരിഞ്ഞാൽ മതി. ഇത് കണ്ടില്ലേ, സൈഡിലുള്ള 1-2 പോളയും കൂടെ ഞാൻ പൊളിച്ച് കളഞ്ഞിരുന്നു. ബാക്കി മാക്സിമം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നറിയാമോ? ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് തിരുമ്മി കുഴയ്ക്കണം. അപ്പോൾ ഇതിൻ്റെ നൂലുകളെല്ലാം നമ്മുടെ കയ്യിൽ പറ്റിയിരിക്കും. അല്ലാതെ ഇത് വെള്ളത്തിലിട്ടിട്ടല്ല ഇതിൻ്റെ നൂല് വലിച്ചെടുക്കേണ്ടത്. ഇപ്പം ഞാൻ കുഴച്ച് കാണിക്കാം. കണ്ടോ, നമ്മുടെ വിരലിനിടയിൽ ഈ നൂലുകൾ ഇങ്ങനെ തൂങ്ങി കിടക്കും. അപ്പോൾ ലാസ്റ്റ് നമുക്ക് അതിങ്ങ് വലിച്ചൂരി എടുത്ത് കളയാം. വാഴച്ചുണ്ടിനകത്ത് നിറയെ ഫൈബറാണെന്നറിയാമല്ലോ. അപ്പം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഡൈജസ്റ്റ് ആവാത്ത നാരുകളുണ്ട് ഇതിനകത്ത്. ആ നാരുകളാണ് നമ്മുടെ കയ്യിൽ പറ്റി പിടിച്ചിരിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടോ, അതെല്ലാം നാരുകളാണ്. ഇനി ഇതൊന്ന് തട്ടിക്കുടഞ്ഞ് വെച്ച് നമ്മൾ ആ നാരുകൾ താഴോട്ട് പോരില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ വലിച്ചൂരി എടുക്കണം. കണ്ടോ, ഇത്രയും നാരുകളേ ഉള്ളൂ ഇതിനകത്ത്. ഒരുപാട് നാരുകൾ, നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത ഒരുപാട് നാരുകൾ ഇതിനകത്തില്ല. ഇത്രയും കളയേണ്ട കാര്യമേ ഉള്ളൂ. ബാക്കിയൊന്നും നമ്മൾ അറിയുക പോലും ഇല്ല കഴിക്കുമ്പോൾ. ഇതിനകത്തുനിന്ന് ഇത്രയും മാത്രമേ കളയാനുള്ളൂ. ഇതങ്ങ് കളയാം. ഇനി ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് ഞാൻ ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അധികം വെള്ളം ഇല്ലാതെ വേണം വേവിച്ചെടുക്കാൻ. പിന്നെ ഇത് വെന്ത് കുഴഞ്ഞും പോകരുത്. വേഗണം എന്നാൽ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത്. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ തോരനകത്ത് ഇടുമ്പം തോരൻ വല്ലാതെ കുഴഞ്ഞു പോകും. അതുപോലെ വെള്ളമയോ അധികം ഉണ്ടാവരുത്. ഇനിയിപ്പോൾ പയർ വേവിച്ചതിനകത്ത് വെള്ളം കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ആ വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ട് രസം വെക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കറിക്കകത്തൊക്കെ ചേർക്കാം. തോരനകത്തേക്ക് ഒഴിക്കരുതേ. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അരപ്പിന് വേണ്ടത് എന്താണെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 4-5 ഉള്ളിയും ഒരു 3-4 ചുള വെളുത്തുള്ളി, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കാവേ. ഇനി ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു അല്പം ജീരകം പൊടിച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ജീരകം വേണ്ടവർക്ക് ജീരകമായിട്ട് ചേർക്കാം. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങയും കൂടെ ചേർക്കാം. ഒരു വാഴച്ചുണ്ട് മുഴുവനുള്ളത് കൊണ്ടാണ് അത്രയും തേങ്ങ. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാവേ. ചതഞ്ഞാൽ മാത്രം മതി, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഴച്ചുണ്ട് അരിഞ്ഞു വെച്ചതിനകത്തേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം വെന്തതിന് ശേഷം അരപ്പ് ചേർക്കുന്നവരാണ് അങ്ങനെ ചേർക്കാം. പക്ഷേ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വെച്ച് നോക്കിയേ, ഇതാണ് നല്ല ടേസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അരിഞ്ഞ ചുണ്ടിലേക്ക് എരിവും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കും. പിന്നെ ഈ വാഴച്ചുണ്ടെന്ന് പറയുന്ന സാധനം ഒന്ന് ആവി കയറിയാൽ വേകുന്ന സാധനമല്ലേ, പെട്ടെന്നാവുകയും ചെയ്യും. ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി കുഴച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂൺ അല്ലെ 1.5 ടീസ്പൂണിൽ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട. കാരണം വാഴച്ചുണ്ടിൽ നമ്മൾ എണ്ണ ഒഴിച്ചാണല്ലോ കുഴച്ചത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് അരിയും കൂടെ ഇട്ട് കൊടുക്കാം. അരി വറുത്തിടുമ്പോൾ ഈ തോരനൊരു പ്രത്യേക ടേസ്റ്റാണ്. കടുക് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം അരി ഇട്ട് കൊടുക്കാവുള്ളേ, ഇല്ല അരി കല്ലച്ചു പോവും. അത് വറുത്ത് കിട്ടില്ല നന്നായിട്ട്. 2 വറ്റൽമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അരിയൊക്കെ ഒന്ന് പൊട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് ഒന്നും ചേർക്കാനില്ല. ഇതിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒന്ന് ആവി വന്നു കഴിയുമ്പം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇങ്ങനെയുള്ളതൊക്കെ തോരൻ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് ഇട്ട് ഉണക്കി അതിൻ്റെ എല്ലാ ഗുണങ്ങളും നശിപ്പിച്ച് കളഞ്ഞിട്ടല്ല ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വെന്താൽ മതിയേ. മുഴുവനായിട്ട് ഇതിനെ ഇട്ട് ഉണക്കി കളഞ്ഞാൽ ഇതിനൊരു ടേസ്റ്റും ഉണ്ടാവില്ല. വെറുതെ ചവറ് കഴിക്കുന്ന പോലെ കഴിക്കാമെന്ന് മാത്രം. നമ്മുടെ ചെറുപയർ ഞാൻ ചേർത്തിട്ടില്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്കത് തുറന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച് ഓൾറെഡി അത് വെന്തിരിക്കുന്നതാണല്ലോ, അപ്പോൾ ആ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നടുക്ക് ഞാൻ ഇത് മാറ്റിയത് എന്താണെന്ന് വെച്ചാൽ, ആ ചെറുപയറിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ആദ്യം. അതിന് ശേഷം ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് ഒരു പകുതി വറ്റി കഴിയുമ്പോൾ ആ ചെറുപയർ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയറിൻ്റെ വെള്ളം കളയണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചത്. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒഴിക്കണ്ട, കുറച്ച് ഇത്രയും വെള്ളമൊക്കെ ആണെങ്കിൽ ഒഴിച്ചു കൊടുക്കുക, അത് വറ്റിക്കോളും. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളം ഒരു പകുതി വറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഞാൻ ചെറുപയർ ഇട്ട് കൊടുത്തു. ഇനി ബാക്കി വെള്ളം ചെറുപയർ വലിച്ചെടുത്തോളും. ഇപ്പം എന്ത് ചെയ്യുക, വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് സമയം ഇനി ഇട്ടേക്കേണ്ട കാര്യമില്ല. പയറിലേക്ക് ആ ഉപ്പും എരിവുമൊക്കെ ഒന്ന് പിടിച്ചാൽ മതി. ഇതൊരു തനി നാടൻ തോരനാണ്. വിഷമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ തോരൻ വെച്ച് വല്ലപ്പോഴും ഒക്കെ ഒന്ന് കഴിക്കുന്നത് നല്ലതല്ലേ. ഞാനീ ഉണ്ടാക്കിയ പോലെ തന്നെയാണോ നിങ്ങളൊക്കെ ഇത് ഉണ്ടാക്കാറുള്ളതെന്നൊന്ന് പറയണേ. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതുപോലെ ഒന്ന് കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും വയറിന്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ എനിക്കിഷ്ടം എന്താണെന്നറിയോ, നല്ല മോരുകറി. കാരണം എന്താണെന്നറിയോ, ഇതിന് പുളിയില്ലാത്തൊരു സാധനമല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ മോരുകറിയും കൂടെ ഉണ്ടെങ്കിൽ ആ പുളിയും കൂടെ ബാലൻസ് ആവും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാനീ പറഞ്ഞ കോമ്പിനേഷനിൽ നിങ്ങളും കൂടെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്